മന്ദാരവും കൺമുനകളിലഴകഴുകി സല്ലാപമായി സംഗീതമായി വെണ്ണിലവും തെന്നലും ആദ്യമായി നാദ്യമായി കരളിൽ നദിയൊഴുകി ഉൾനാമ്പ് പോൽ ഉൾനാമ്പിലും നീരണിയാ വൈരമായി നൊമ്പരമോ മരനീക്കി മൂകമായി ഓരോ നിലവുകളും സാന്ത്വനമായി പകൽ വന്നുപോയി വെയിൽ വന്നുപോയി ഇരുൾ വന്നുപോയി നിഴൽ വീണുപോയി മഴത്തുള്ളിയെ തുളുമ്പുന്നിതാ നീയും ഞാനും മണിച്ചില്ലയിൽ കുയിൽ കൊഞ്ചലും മലർക്കാറയിൽ കണിത്തിങ്കളും പരം കൊണ്ടതോ കരം തന്നതോ എന്നീയാമം നെഞ്ചകമേ നെഞ്ചകമേ പുഞ്ചിരിതൾ പാൽമഴതാ നാൾവഴിയേ നാമണയേ ഉയലിടാൻ കാറ്റലതാ സായുജ്യമായിന്നിതാ ഈ ഭൂമി പാടുന്നേ താരാട്ടും പാട്ടിൻ നീണമായി ഭാരങ്ങളില്ലാതെ നാം ഭാവാർദ്രമായി ഓർമ്മ പുഴയായി കൂടെയൊഴുകി വരേ വർണ്ണമീനായി നാം വേണ്ടുവോളം അതിലലിയാം ഇന്നു പതിയെ ഉള്ള മുറുകുകയായി തുള്ളിമഴ പോലെ മെല്ലെ മിഴി നിറയുകയായി
ആർദ്രമാ ഓർമ്മ പുഴയാ നമ്മൾ ഒരുമിച്ച് പരിശുദ്ധമായ ബലിയിൽ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് ഇത് ജൂൺ മാസമാണ്. ജൂൺ മാസം എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത? അതറിയാം. ഈശോയുടെ എന്തിന്റെ മാസമാണ്? ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാസമാണ്. എന്തിനാണ്? ഹൃദയം. നിങ്ങളുടെ ഹൃദയം എവിടെയാ? കാണിച്ചത് എല്ലാവരും അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എവിടെ? ഹൃദയം ഒന്ന് കാണിച്ചത് അച്ഛന്. ഹൃദയം എവിടെയല്ല? എല്ലാവരും അവരവരുടെ ഹൃദയത്തിന് തൊട്ടെ. ഹൃദയം എവിടെയാണ്? ഹൃദയം അല്ലെ? സെൻട്രലാണ്. അപ്പോ ഈശോയുടെ ഹൃദയം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ ജൂൺ മാസമാണ്. ഈശോയുടെ തിരു ഹൃദയം പോലൊരു ഹൃദയം നമുക്കും നൽകണമേ എന്നുള്ളതാണ് നിങ്ങളോടൊപ്പം അർപ്പിക്കുന്ന ഇവിടത്തെ ദിവ്യബലിയാണ് ഇത് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് ഈ ബലി അർപ്പിക്കാം. പ്രത്യേകിച്ച് ഈശോയുടെ തിരു ഹൃദയത്തിലേക്ക് വളരെ പ്രത്യേകമായിട്ട് കുട്ടികളെ നോക്കുന്ന എല്ലാ സ്റ്റാഫുകളുണ്ട്, നമ്മുടെ ഉപകാരികളുണ്ട്, എല്ലാവരെയും തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് വിഭാഗത്തിന്റെ എല്ലാമായിട്ടുള്ള നിങ്ങളെ ഈ എല്ലാ മക്കളെയും നിങ്ങളുടെ ഓരോരുത്തരെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളൊക്കെ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ എല്ലാവരുടെയും കൈകൂപ്പി, എല്ലാ കുട്ടികളും കൈകൂപ്പി പിടിച്ച് കൈകൂപ്പി പിടിക്കും. കണ്ണടച്ച എല്ലാവരും കണ്ണടച്ചോ? കൈകൂപ്പിയോ? ഓക്കെ. നമ്മൾ കുർബാന അർപ്പിക്കാൻ പോവാണ്, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ എന്നും ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായി അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നേടാൻ
ഈ മക്കളെ ഇവിടെ പേരുന്ന പ്രാർത്ഥനയോടെ ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധമായ ബലി നമുക്ക് ചേർന്ന് അർപ്പിക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സുഹൃത്തനായ കർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സിനെ സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീടാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. യോഗ്യതയുള്ളോ കർത്താവേ ആദിഭൂമി വ്യാപാരത്തിൽ നിഷ്കന്മഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും വഞ്ചനാവിൽ തീണ്ടാത്തവനും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസി ആയതു മനുഷ്യന് കടമയല്ലോ ഭക്തിയോടു ചിരം അത് ചെയ്തിടേണം. വളരെ പ്രത്യേകമായിട്ട് ഈ ഓട്ടിസം സെന്ററിനെയും നയിക്കുന്നതിന്റെ മേലധികാരികളെയും മരണം പോലെ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട ജോൺ സാറിനെയും എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ ഉപകാരികളെയും സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കട്ടെ. പരിശുദ്ധമായ ഈ ഇടത്തിൽ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരുവാൻ ആത്മാവിന്റെ വലിയ അഭിഷേകത്താൽ ഈ മക്കളെ നിറക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഏറ്റവും ഭക്തിയോടുകൂടെ പരിശുദ്ധമായ ദിവസങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ദൈവനാമം ചൊല്ലുവാൻ, ദൈവസ്തുതി പാടുവാൻ, ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ.
ജന്മം തികയുമോ ദൈവനാമം ചൊല്ലുവാൻ ദൈവസ്തുതി പാടുവാൻ ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ ഈ ജന്മം തികയുമോ ദൈവസ്തുതി പാടുവാൻ ദൈവം നൽകും ദാനങ്ങൾ ഓർത്തോർത്തു നന്ദി ചൊല്ലാൻ ഈ ജന്മം തികയുമോ ഈ ജന്മം തികയുമോ ദൈവസ്തുതി പാടുവാൻ ദൈവം നൽകും ഞങ്ങൾ കടപ്പെട്ടവരാകണം പിതാവുള്ളവർ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ സിഹായവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥായി നീക്കും. ഈശോ മിശിഹായ്ക്ക് ഇപ്പോഴെപ്പോഴും